ഹായ് ഹലോ ഗൈസ് സുഖമല്ലേ എല്ലാവർക്കും. അപ്പം ഞാൻ രാവിലെ 6 മണിയായപ്പോൾ ഇന്നലെ ഒന്ന് ആലുവ വരെ പോയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇൻ കേസ് ജോലി സെറ്റാവുകയാണെങ്കിൽ കുറച്ച് ദിവസം അവിടെ എനിക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ട്രാവലറിനെ പോലെ ഇത്രയും വലിയ ബാഗിലുള്ള ഡ്രസ്സെല്ലാം കുത്തിക്കയറ്റി കൊണ്ട് ഇറങ്ങിയത്. അപ്പോൾ 6 മണിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ഓട്ടോയൊക്കെ കിട്ടി. ഊബർ ഞാൻ നോക്കി, പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരു വണ്ടി കിട്ടിയില്ല. ദെൻ ആക്ച്വലി 3:30 ട്രെയിൻ എടുക്കാനിരുന്ന ഞാനാണ്. പിന്നെ അത്രയും നേരത്തെ അവിടെ ആലുവ സ്റ്റേഷനിൽ പോയിട്ട് പോസ്റ്റ് ആവണ്ടെന്ന് കരുതിയിട്ട് എൻ്റെ ടൈം ഞാൻ തന്നെ മാറ്റി. ഗൈസ് 6:45 ട്രെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റേഷനിൽ പോയിട്ട് എന്താ ചെയ്തത്, സ്ലീപ്പറിനുള്ള ടിക്കറ്റ് എടുത്തു. പക്ഷേ സ്ലീപ്പറെല്ലാം ഓൾറെഡി ബുക്ക്ഡാണ്. എന്നാലും എന്നോട് പറഞ്ഞു കയറിക്കോളൂ, കുഴപ്പമില്ല, ഇൻ കേസ് TTR വരുവാണെങ്കിൽ അവരോട് കാര്യം പറഞ്ഞാൽ മതി എന്ന്. ദെൻ ഒരു ചായയൊക്കെ കുടിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. ഇനിയിപ്പോൾ കയറി കഴിഞ്ഞിട്ട് ട്രെയിനിൽ ചായ കൊണ്ടുവരുമ്പോൾ മേടിച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി ഇരുന്നപ്പോൾ ഫുള്ള് കമ്പാർട്ട്മെൻറ്റ് ഒഴിഞ്ഞു കിടക്കുക. എന്തോരം സീറ്റ്, എനിക്ക് കൺഫ്യൂഷനായി ഗൈസ്. അവസാനം എവിടെ പോയിരിക്കണമെന്ന് അവസാനം ഒരു ഫേവററ്റ് എൻ്റെ സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ പോയിരുന്നപ്പോഴുണ്ട് സീറ്റിൽ ഫുള്ള് പൊടി. ട്രെയിനൊക്കെ ഭയങ്കര വൃത്തികേടായി കിടക്കുമായിരുന്നു, പൊടിയും അതും ഇതൊക്കെ ആയിട്ട്. അവസാനം കയ്യിലിരുന്ന എൻ്റെ സ്വന്തം കർച്ചീഫുണ്ട് അവിടെയൊക്കെ വൃത്തിയാക്കി ഇരിക്കേണ്ടി വന്നു. പിന്നെ കുറേ റീൽസ് എടുത്തു. ചായ വന്നപ്പോൾ ചായ മേടിച്ച് കുടിച്ചു. ഒരു ദോശയും കടലക്കറിയൊക്കെ ഓൺ ദ വേ കിട്ടിയത് കൊണ്ട് അതും കൂടെ കഴിച്ചു. ഒരു 1.5 ദോശ. കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടലക്കറി എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഈ കടലക്കറി ഞാൻ മേടിച്ചത് നല്ല ചിക്കൻ്റെ ഗരം മസാല ഇട്ടിരിക്കണതാണ്. ചിക്കൻ കറി പോലെ നല്ല മണം ഉണ്ടായിരുന്നു, പക്ഷേ അത് ചിക്കൻ കറിയല്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ചിക്കൻ കറിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് കഴിച്ചു. പിന്നെ ഫോണല്ല കയ്യിലിരിക്കണേ. വണ്ടിക്കകത്താണെങ്കിൽ അറിയാത്ത ആൾക്കാർ അങ്ങനെ അധികം പേരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സോ വരുന്ന എന്താ പറയുക, വണ്ടികളിനെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാനങ്ങനെ അവസാനം ആലുവ വന്ന് ഇറങ്ങി. ബട്ട് എനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടോ, ഷനോ എന്ന് പറഞ്ഞിട്ട്, കൊല്ലത്തുള്ള, ഓൺ ദ വേ എറണാകുളത്തോട്ട് പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ദെൻ ഞാൻ ഫൈനലി ആലുവ വന്നെത്തി. എന്നിട്ടും എനിക്ക് കുറേ ടൈം ഉണ്ടായിരുന്നു, കാരണം അവർ ഓൾറെഡി എന്നോട് പറഞ്ഞതാണ് 1 മണിക്കകത്ത് വന്നാൽ മതി എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ കുറച്ച് ടൈം കൂടെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നേരെ അടുത്ത് കണ്ട ഒരു ഷോപ്പിൽ, കാരണം അവിടെ എത്തിയപ്പോൾ ഉച്ചയായല്ലോ, ഉച്ചയ്ക്ക് ചായ കുടിക്കണ്ട, ചോറൊന്നും എനിക്ക് കഴിക്കണ്ടെന്ന് തോന്നി. അപ്പോൾ അടുത്ത് കണ്ട ഒരു ഷോപ്പിൽ പോയിട്ട്, എനിക്ക് ഫ്രഷ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്രഷ് ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതിനേക്കാളും ഞാൻ ജ്യൂസാണ് ഭയങ്കര പ്രിഫർ ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് പൈനാപ്പിൾ ജ്യൂസായിരുന്നു. ഇപ്പോഴെന്താണെന്നറിയില്ല ഗൈസ്, ജ്യൂസൊക്കെ ചോദിക്കുമ്പോൾ ചെറിയൊരു ഗ്ലാസ്സിലാണ് ജ്യൂസ് കൊണ്ട് തരുന്നത്, കള്ളന്മാരെ ആൾക്കാരെ പറ്റിക്കാൻ. തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി, ജോലിയുടെ ആവശ്യത്തിന്. അവിടെ പോയപ്പോൾ അവിടെ വീണ്ടും ടൈമുണ്ട്, 3 മണിക്കാണ് ഡോക്ടറിനെ കാണാനുള്ളത്. അപ്പോൾ അയ്യോ, അവിടെയും പോയി കുറേ സമയം. പിന്നെ വിശന്ന് പണ്ടാരം അടങ്ങിയിരിക്കണോണ്ട് അടുത്ത ഹോസ്പിറ്റൽ, സബൈൻ ഹോസ്പിറ്റൽ, അവിടെ പോയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് നല്ല ചോറ് കഴിച്ചു. 110 രൂപയായി. ഒരു തലകൂടിയുള്ള മീനും കൂടെ കൊണ്ടുവന്നത് കൊണ്ട് അങ്ങനെ അതും കഴിഞ്ഞു. എൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മൂഞ്ചി പണ്ടാരടങ്ങി, കാരണം പോയ കാര്യം നടന്നില്ല. തിരിച്ചവസാനം ട്രെയിൻ എടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നെന്താ പറഞ്ഞാൽ അവിടെ തന്നെയുള്ള സ്റ്റേഷൻ ക്യാൻറ്റീനിൽ നിന്ന് പോയി ഒരു ചൂട് മസാല ദോശയൊക്കെ കഴിച്ചപ്പോൾ ജോലി കിട്ടാത്തതിൻ്റെ വിഷമമൊക്കെ ഞാൻ മസാല ദോശ കഴിച്ചു തീർത്തു ഗൈസ്. ഒരു കോഫിയൊക്കെ ആയിട്ട് അത് അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ട്രെയിൻ സമയം, അതിൻ്റെ കാര്യം പറയാതിരിക്കണേ ഭേദം. ഞാൻ വലിയ ആകാംക്ഷയോടുകൂടി ഓടി വന്നതാണ്, നേരത്തെ ട്രെയിൻ എടുത്തിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമല്ലോ ഒന്ന്. ബട്ട് ട്രെയിന് 10:30 പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു ഗൈസ്. 11:45 ഇത് പണ്ടാരടങ്ങി വീട്ടിലോട്ട് പോവുക ഞാൻ.